കല്യാണത്തിന് ഹൽദി ടൈപ്പ് പറഞ്ഞപ്പോഴേ ഒരാൾ പൊങ്കാലയിടാം. എവിടെ പൊങ്കാല എവിടെ വെച്ചെന്ന് പറ. ആറ്റിയാൽ പൊങ്കാല. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. OTD ബേബ്സ് കമോൺ. ബേബ്സിൻ്റെ ഔട്ട്ഫിറ്റ് ഇവിടെ കാണിര്. ബേബ്സിൻ്റെ ഔട്ട്ഫിറ്റ് എന്തൊരു കയ്യില് ഇലക്ഷനൊക്കെ ആയപ്പോഴ് ഇളിയിലും കൂടെ ഒരെണ്ണം മാറ്റി കെട്ട്. അതാണ് അല്ലാതെ. ഇനി നമുക്ക് കാറിൽ ഇരുന്ന് അപരാധിക്കാം. ഇറങ്ങ സമയമായി. സോ ഗൈസ്, ഇന്നാണ് നമ്മളുടെ ചെറുക്കൻ്റെ ആരോ തുമ്മി ചാവുന്ന. നീ ഇപ്പോഴും ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അവന്. ആരൊക്കെ തുമ്മുമ്പോ അല്ല പറയുമ്പോ കടയാടി വരാന്ന് പറഞ്ഞു. എടാ ഇന്ന് മഞ്ഞ കല്യാണം. നീ എന്താ നമ്മളെ അടുത്തൊക്കെ മഞ്ഞ ഇടണ്ടെന്ന് പറഞ്ഞ? എടാ അത് പഴയതല്ല. ഈ മഞ്ഞയിട്ടുണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കുക. നമ്മളെ കൂട്ടര് മഞ്ഞയിട്ടുണ്ട് കർമ്മങ്ങൾ ചെയ്യാന്. ഇന്ന് വന്നപ്പോ നീ ഒരു മഞ്ഞ കളർ സ്ക്വാഷ് എടുത്ത് തന്നപ്പോഴേ ഞാൻ മുഖത്തെടുത്ത് ഒഴിക്കാന്ന് വിചാരിച്ചാണ്. എങ്കിൽ കറക്റ്റ് മഞ്ഞ തുണിയാവും. ഇനി ഒരു 2 ഡേയ്സും കൂടെ ഇല്ലേ? 2 ഡേയ്സും കൂടെ കഴിയുമ്പോ പറ എന്താണ് നിന്റെ ഇപ്പോഴത്തെ നിനക്ക് എന്താണ് ഫീൽ ചെയ്യണം? എന്താണ് ഫീൽ ചെയ്യണത്? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്തിനാണ് നിനക്ക് എക്സൈറ്റ്മെന്റ്? ചിലപ്പോ എക്സൈറ്റ്മെന്റ് കൂടി എനിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുന്നു. ഒറ്റയ്ക്കാ? എടാ മഞ്ഞ വെളിച്ചം ഇട്ടാലോ കുഴപ്പമുണ്ടോ? മഞ്ഞ വെളിച്ചം ഇടുന്നതിന് കുഴപ്പമില്ലല്ലേ? നാളെ അല്ല മറ്റന്നാ വെളുപ്പിന് ഒരെണ്ണം അടിക്കണം കേട്ടോ. സിട്രസിന് അടിച്ചാൽ നിക്ക താലി കെട്ടുമ്പോഴേക്ക് തുമ്മാ നിൽക്കും. ഇങ്ങനെ അല്ല ഇങ്ങനെ വരുമ്പോ രണ്ട് തുമ്മ. ആരെ കെട്ടണ കാരണേ അരിയും കടുത്ത് കേട്ടാ. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നീ വല്ല പൊടിയല്ലോ മലിച്ച അതിനിടെ കൂടെ. ഒരു മെഴുകേരി എത്തിച്ചിട്ട് പോവാം. തുമ്മലെങ്കിലും മാറും. അനന്ത് നിന്റെ അടുത്ത് ചോദിക്കാൻ കുറച്ച് ചോദ്യമൊക്കെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. നമ്മുടെ ഇടയിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞത് അഞ്ജനയാണ്. അഞ്ജന കല്യാണം കഴിക്കണതിന് മുമ്പ് അഞ്ജന നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്, നീ എന്തിനാണ് കല്യാണം കഴിക്കണത്? അപ്പൊ അവള് പറഞ്ഞ് സുഖമായിട്ട് കിടക്കാതെ നിന്റെ നീ എന്തിനാണ് അമ്മായിയമ്മ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ചായ ഇട്ടത്? ഞാൻ ആശുപത്രിയിലെ നമ്മള് പോയത് സലീകുമാർ കിടക്കുമ്പോൾ നമ്മളെല്ലാം കുട്ടയില്. ഇപ്പൊ ആളെ കേട്ടില്ല എന്താ മരുന്നിടണത്. അപ്പോഴും പറഞ്ഞില്ല ഇവിടെ പുള്ളിയത് അതോ കുട്ടയെ വട്ടിയൊക്കെ ആയിട്ട് ഇരിക്കണ്. എന്താണ് നമുക്കിത് കല്യാണം കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം, അതാകുമ്പോ വിഷയമില്ല. എങ്ങനെയാണ് ഇതില് അൺകട്ടൊന്നും ഇല്ല, ഇതിൽ ലൈൻ കട്ടൊന്നും ഇല്ല. ഇത് ഫുൾ അൺകട്ട് വർഷം ദുരന്തർ പാർട്ട് 5 പോലെ. എന്താണ് ഇത്? എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? ഇവിടെ എനിക്കൊരു തലയാണ് മതി കൊടുക്കാതെ വിചാരിച്ചൊരാൾക്ക്. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പെണ്ണ് കെട്ടാന്ന്. അപ്പൊ പെണ്ണ് കെട്ടണതിന് മുമ്പേ ആ പെണ്ണിനെ കണ്ടുപിടിച്ച കഥ പറ കേക്കട്ട്. എന്തായാലും ഏതെങ്കിലും വർഷത്തിലൊക്കെ ഇരുന്ന് കാണാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഉറപ്പില് അരവിന്ദ് മനസ്സ് തുറക്കുന്നു. അതെങ്ങനെയുണ്ട്? അരവിന്ദ് മനസ്സ് തുറക്കുന്നു. ഇത് കഴിഞ്ഞ് ബാബുവിന് അനന്തുവിന് തച്ചു വെച്ചോ? അനന്തുവിന്റെ അതാണ് ലൈവ് 24/7 ലൈവ് പോകും. ശരിക്കും ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ഒരു വെപ്പ്. ശരിക്കും ലവ് മാരേജ് ആണ്. ലവ് മാരേജ് എന്ന് വെച്ചാ പ്രണയ വിവാഹം, ലവ് കം അറേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടുകാര് നടത്തി തരുന്നു. ലവ് കം മാരേജ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി നടത്തി കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ലെന്നറിയാം. പ്രത്യേകിച്ച് എന്റെ കയ്യിൽ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ +1 പഠിക്കുമ്പോ. അപ്പൊ ആള് 10th പഠിക്കുന്നു.
എന്റെ ജൂനിയർ ആയിരുന്നു. ക്ലാസ് പ്രണയോടെ ക്ലാസ് പ്രണയമൊന്നുമില്ല, അപ്പോഴൊന്നും പ്രണയമൊന്നും ഇല്ലായിരുന്നു. ആളെ അറിയാം, ആളെ കണ്ടു പരിചയമുണ്ട്. അങ്ങനെ വലിയ സംസാരമൊന്നുമില്ല. പിന്നെ അതേ സ്കൂളിൽ തന്നെ അവള് +1 ജോയിൻ ചെയ്തു, ഞാൻ +2 ആയി. അത് അപ്പോഴും കമ്പനി ഒന്നുമില്ല. മൈക്കുണ്ടല്ലേ? ഓക്കെ, അപ്പോഴും കമ്പനി ഒന്നുമില്ല. മൈക്കേ താഴെ പോയി. ഓക്കെ, സംസാരിക്കും, ജസ്റ്റ് സംസാരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആള് +2 കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ചെയ്യാനായിട്ട് മൈസൂർ പോയി. ഞാൻ ഇവിടെ തന്നെ ആയി. പിന്നെ ഓൺലൈൻ വഴി മാത്രം കമ്മ്യൂണിക്കേഷൻ. ശരിക്കും പറഞ്ഞ റീൽ അയക്കണതാണ് നമ്മള് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് അയച്ച റീല് ഓർമ്മയില്ല. ഒരുപാട് അയച്ചു, ഇഷ്ടം പോലെ റീൽ അയച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ലടാ, ഇഷ്ടം പോലെ റീൽ അയച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് ഒരു മിനിറ്റിൽ ഒരു 10-15 റീൽ കൊറേ റീൽ അയച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. പക്ഷെ എൻ്റെ ഒരു ഫോൺ നമ്പറോ അങ്ങനെയൊന്നുമില്ല. ആളെ ഇതുവഴി ഇൻസ്റ്റാഗ്രാം വഴി ഉള്ള കോണ്ടാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നെ കുറെ നാൾക്ക് ശേഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഒരു കല്യാണത്തിന് മീറ്റ് ചെയ്തു. കല്യാണോ? ഇക്രോളെ കൂടെ പഠിച്ചത്, പിന്നെ നമ്മളെ കോമൺ ഫ്രണ്ട് ആണ്. ഇക്രൂന്റെ കല്യാണത്തിന് മീറ്റ് ചെയ്തു, കണ്ടു, സംസാരിച്ചു. ഇതിനിടയ്ക്ക് ഒരു വട്ടം അവള് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ നാട്ടിൽ വന്നപ്പോ എനിക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു മൈസൂരിൽ നിന്ന്. അത് ഞാനും അമ്മയോടെ തിന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിന് കണ്ടു. കല്യാണത്തിന് കണ്ടിട്ട് ശരിക്കും അല്ല, അനന്തുവിന്റെ കഥ വരുമ്പോ സെറ്റ് ആയിരിക്കും. അതെ. അപ്പോ എനിക്ക് അനന്തുവിന്റെ പെണ്ണ് കാണലേ വൈറലാണ്. നോക്കണം, നിനക്ക് പടുക്കൊക്കെ വെച്ചേക്ക് നീ ഇതിന്റെ ബാക്കിന്ന് വെച്ചാ കണ്ടിന്യൂസ് ഒരു 4-5-6 വർഷമായിട്ട് അറിയാം അയാളെ. എനിക്ക് നല്ല ക്രഷ് ആയിരുന്നു ആളടുത്ത്. ഇടയ്ക്കിടയ്ക്ക് അതാണ് നീല ബട്ടർഫ്ലൈ വെച്ച് ഞാൻ സ്റ്റോറിക്ക് ഇഷ്ടം പോലെ നീല ലവിലൊരു കാര്യമുണ്ട്. ഈ ബ്ലൂ ലവ് വരണമെന്ന് വെച്ചാല് അവളുടെ ഒരു റീല് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റീൽ എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളർ ഒരു ചുരിദാർ ഇട്ടിട്ട് റീൽ ചെയ്തിട്ടുണ്ട്. അടിച്ചിടാൻ വേണ്ടി പല വഴിയും നോക്കി കേട്ടാ, എല്ലാ വഴിയും നോക്കി. അക്കം പക്കം പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു റീലുണ്ട്. ഞാൻ എപ്പോഴും അക്കം പക്കം ആരും ഇല്ല, ഞാൻ മരണോ. അപ്പൊ ഇത് എന്തെങ്കിലും ചെയ്യണം, ഈ അടുത്ത കാര്യം പറയണം, ഇനി എങ്ങനെയെങ്കിലും പറയണം. ഇപ്പൊ കൊറേ നാളായിട്ട് ഞാൻ മീറ്റ് ആക്കാം, കോഫി കുടിക്കാൻ പോകുന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ ആളില്ല, ഇവിടെ വരണം, കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വട്ടം എന്താണ് ആള് സമ്മതിച്ചു നമുക്ക് മീറ്റ് ആക്കാന്നുള്ള ഇത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഇപ്പൊ ജോലിയൊക്കെ ആൾക്ക് ചെന്നൈയിൽ ജോലിയായി. അപ്പൊ അതിന്റെ ട്രീറ്റ് എന്നൊക്കെ വിധത്തിലാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ ട്രീറ്റ് എന്ന് ഉദ്ദേശം എനിക്ക് ഈ കാര്യം പറയണം, എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയണം. ജോലി കിട്ടി തന്നെ നിനക്ക് ട്രീറ്റ് അല്ല, നീ ട്രീറ്റ് കൊടുക്കാനില്ല, അവള് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ഓക്കെ. അപ്പൊ അങ്ങനെ കോഫിയുടെ പൈസ കൊടുക്കാത്ത അപ്പോ അങ്ങനെ ഒരു വട്ടം ഇതുപോലെ ട്രീറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാനും അവള് മാത്രമേ ട്രീറ്റിന് ഉണ്ടാവുന്നത്. എവിടെ നോക്കിയപ്പോ എവളെ അനിയത്തി ഫ്രണ്ട് ആരൊക്കെ വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാനും അവള് മാത്രം നൈസായിട്ട് കാര്യം അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുള്ള എന്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ പണി പാളി. ഇതിന്റെ ബാക്കി എന്റെ അടുത്ത് അന്ന് പറഞ്ഞില്ല എന്നാണ് തോന്നണം നീ പോണെന്ന്. ഇല്ല, പറഞ്ഞു പോകുന്നു, ഞാൻ ഇന്ന് ഡേറ്റിന് പോകുന്നു. ഡാറ്റ ഒക്കെ നോക്കിയാ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് പോയപ്പോഴ് എന്നെ വിളിക്കണേ, വീഡിയോ കോൾ വിളിക്കണേ. വീഡിയോ കോൾ വിളിക്കണ, ഞാൻ കോൾ എടുത്തപ്പോഴും ഡാറ്റ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും രണ്ടുപേര് സംസാരിക്കുന്നു, പോകുന്നു. ഇതാണല്ലോ വീഡിയോ കോൾ എടുത്ത സംഭവം. ക്യാമറ ഓഫ് ചെയ്തില്ലേ, ഒരു 4 തല വട്ടം കൂടി നിൽക്കുന്ന ക്യാമറ. എപ്പോഴും നമുക്ക് ക്യാമറ മാറ്റി. എന്താടാ, എന്റെ ബുള്ളറ്റിന്റെ താക്കോല് കളഞ്ഞു. ശരി, ബുള്ളറ്റിന്റെ താക്കോല് വെട്ടടച്ചു. എന്തോന്ന് ചാടി ഓടി റീലൊക്കെ എടുക്കുമ്പോ ആലോചിക്കണം, താക്കോല് പോയി, എങ്ങനെയെങ്കിലും വരണം. അത് എന്നെ വിളിച്ച്. അങ്ങനെ ലാസ്റ്റ് അതിന്റെ പ്ലഗ് ഊരിയിട്ട് പിന്നെ
മറ്റേ നമ്മളെ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി റോയൽ എൻഫീൽഡ് ആണല്ലോ സുഖമായിട്ട് കൊണ്ടുപോയി. അവളും ഏകദേശം ഒരു അരമണിക്കൂർ എൻ്റെ കൂടെ കടലിൽ കിടന്ന് തെരഞ്ഞു മൊത്തത്തിൽ. അതെ, പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ ഇവൻ മനഃപൂർവ്വം താക്കോല് കളഞ്ഞതാണ്. സത്യം അല്ല, ശരിക്കും താക്കോല് മിസ്സായതാണ്. അവിടെ നിന്ന് എങ്ങനെയൊക്കെ നുള്ളി പറക്കി വണ്ടി എടുത്തുകൊണ്ട് നേരെ സംസം വന്നു ബൺ കഫേയിൽ വന്നിട്ട് നമ്മള് ഒരു ഇത് കഴിച്ചു. എന്താ ബ്രേക്ക്ഫാസ്റ്റും ഇതും കൂടി ബ്രഞ്ച് കഴിച്ചു. അത്യാവശ്യം നമ്മളൊരു ബ്രഞ്ചിലാണ് പുതിയ പുതിയ വാക്കുകള് നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ പോണ്. ലെവല് മാറിയല്ലേ, നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ പോകും. മറ്റേ അലൈനക്കാരും കോമഡി ബ്രഞ്ച്, വേർ ഇസ് ദ ബെസ്റ്റ് ബ്രഞ്ച് അവിടെ നോക്കണ്. അപ്പൊ അവിടെ നിന്ന് ഇതെല്ലാം കഴിച്ചിട്ട് നേരെ, അപ്പോഴും പറയാൻ പറ്റില്ല, ഈ 4 പേരുള്ളതുകൊണ്ട് അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് പറയണത് ശരിയല്ല എന്നുള്ളത് അങ്ങനെ അവസരം തന്നെ തന്നില്ല. അത് അവളെ തന്ത്രപരമായ മൂവായിരുന്നു, എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അതിനാണ് ഇത്ര 4 പേര് വിളിച്ചുകൊണ്ട് വന്നത്. അത് പാളി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അപ്പോഴത്തേക്കും അവൾക്ക് പുറത്ത് പോകണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇവിടെ നിന്ന് പോകാന്നുള്ളൊരു ദുബൈയിലോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പണി പാളും. ഇനി നടക്കാൻ ഇതെല്ലാം ഞാനും മറ്റേ ഒരു കാര്യവും കൂടെ ഉണ്ട്. നമ്മൾ 3 പേരാണ് ഇതിന്റെ ആസ്ഥാന പ്ലാനിങ്. അവ ഇപ്പം ദുബായിലാണ്, ഒരാൾ ദുബായിലാണ്. അവിടെ കൊണ്ടിട്ട് അവിടെ കിടക്കും. ഇനി വരണമെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ടെങ്കിൽ വരണം, അങ്ങനാലേ ഇങ്ങനെ എത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഇവൻ പറഞ്ഞോ എന്നുള്ള ഇവൻ മറ്റേ പട്ടി ചന്തക്കയിലേക്ക് പോയിട്ട് വന്ന് വലിയ കാവടി വിളിച്ച് ഇവിടുന്ന് പോയി പറഞ്ഞില്ല. ഇവളാണെങ്കിൽ അപ്പോഴും പറയുകയും ചെയ്തു അടുത്ത ആഴ്ച എന്തോ പോകുന്നു. സമയമില്ല പോയി നടക്കൂല. അതെ, എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അവസാനം എയർപോർട്ടിൽ വെച്ചെങ്കിലും പറയാം എന്നുള്ള ലെവലില് പ്ലാൻ ചെയ്തു. അതെ, കാര്യങ്ങളൊക്കെ ആലെത്തി. അവൾ അവിടെ എയർപോർട്ടിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു. അവിടെ ശരിക്കും റൊമാൻസ് അല്ല, ശരിക്കുള്ള ആ ഒരു പ്രൊപ്പോസൽ സീൻ നടക്കണത്. അത് രണ്ടാമത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഒരു കോഫി കുടിക്കാൻ പോകുന്നില്ല, എയർപോർട്ടിൽ വെച്ചെങ്കിലും പറയണമെന്നും പറഞ്ഞാണ് നമ്മൾ പോണത്. പക്ഷെ അന്ന് പറയാൻ ഒരിടത്ത് അങ്ങനെ അതും പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അതും പ്ലാൻ ചെയ്താണ് ഇരുന്നെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. കാരണം എയർപോർട്ടില് ഒരു ടെമ്പോ ട്രാവലർ നിറച്ച ആളായിരുന്നു നമ്മളെ വീട്ടിൽ. അങ്ങനെ 2ാം തൊട്ടം കോഫിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ പോവാം എന്നുള്ള സ്പീഡ് സിനിമയിൽ സലീഖ് കുറച്ച് പൊറോട്ട കുറച്ച് ബീഫ് അതുകൊണ്ട് ബില്ല് കൊടുക്കും പോലെ. അങ്ങനെ 2ാം തൊട്ടം കോഫി കുടിക്കുക. ഇപ്രാവശ്യമെങ്കിലും ഇതൊക്കെ പോകാൻ പറയണോന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ പണി പാളി. ഇപ്രാവശ്യം അവളെ അനിയത്തി അവളെ കൂട്ടുകാരി അനിയത്തി കൊണ്ടുവന്നു. അവളെ കൂട്ടുകാരി അനിയത്തി, പിന്നെ 4 പേര്. അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത് എന്തോന്ന് ഇനി അടുത്ത പ്രാവശ്യം അവളെ കൂട്ടുകാരിയിലെ അനിയത്തികളെ കൊണ്ടുവരണമെങ്കിൽ നമ്മളും ഞാൻ ഒറ്റയ്ക്ക് യുവമാരെ പോലും കൊണ്ടുപോയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി എങ്ങനെയെങ്കിലും കാര്യം ഒപ്പിക്കാൻ പോയി അഴുവും. അതെ, യുവമാരിട്ട് കളിയാക്കുമെന്ന് അറിയാതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ഇത് പറയണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് എന്താക്കി, അവിടെ നിന്ന് കോഫി കുടിച്ചിറങ്ങി. അപ്പോൾ അവൾ ചോദിച്ചു എല്ലാം കഴിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് മോളി മനസ്സോടെ കഴിഞ്ഞു. നമ്മൾ അരവിന്ദിന്റെ കല്യാണം നടക്കാൻ പോകുന്ന മണ്ഡപത്തിന്റെ ഫ്രണ്ടിലെത്തി. അതെ ഗൈസ്, മറ്റന്നാളാണ് കല്യാണം. അതെ, അപ്പൊ നിങ്ങളത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടത് കാണുന്നത്. ഓക്കെ, അപ്പോ ഇത് അങ്ങനെ ഈ കോഫി കുടിയെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം കയ്യിൽ നിന്ന് പോയി, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം ഇവളുടെ അടുത്ത് പറയാൻ പറ്റില്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ള ഇതിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ തിരിച്ച് നെടുമങ്ങാടുന്ന് ബുള്ളറ്റ് അപ്പോഴും ട്വിസ്റ്റ് ഉണ്ട്. അന്ന് ബുള്ളറ്റിന്റെ ചാവി കളഞ്ഞു, ഇന്ന് ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയി. ഹെഡ്ലൈറ്റ് അടിച്ചു പോയി. അപ്പൊ ഇരുട്ട്, അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഹെഡ്ലൈറ്റ് ഇല്ല. അപ്പൊ അവളുടെ കൂട്ടുകാരിയും അനിയത്തിയും അതെ. അങ്ങനെ അവളെ കൂട്ടുകാരി അനിയത്തിയും വേറൊരു ബൈക്കിൽ പോയി, ഞാനും അവളും ബുള്ളറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് ദൂരം വണ്ടി എടുത്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. ഇതാണ് അവസരം. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തതല്ല, ഞാൻ പറയാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പോഴെന്തായാലും പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് എത്തി എനിക്ക്. ഇത് തന്നെ ഗെറ്റ്സ് ഫേസ് ടു ഫേസ് പറയണമെന്നായിരുന്നു. ഇപ്പൊ ഫേസ് പുറകിലായോണ്ട് കുഴപ്പമില്ല, ഗെറ്റ്സ് എത്തി കൂടി. ഇപ്പൊ റിയാക്ഷൻ കാണണ്ടല്ലോ. ക്ലാസ്സിൽ കൂടെ നോക്കി. അപ്പോ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞു, കുറെ നാളായിട്ട് പറയണമെന്ന് തുടങ്ങി, ഇങ്ങനെയാണ് കാര്യം. ഇനി ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഇനി അടുത്ത് എപ്പം മീറ്റ് ആവും ഒന്നും അറിയാൻ പറ്റില്ല.
കുറേ നാളായിട്ട് നിന്നോടൊരു ക്രഷ് ഉണ്ട്. ആ ക്രഷ് പിന്നീട് സ്നേഹമായിട്ട് മാറി, പ്രേമം. ശരി. എന്നിട്ട് എന്തായി? ഞാൻ പറഞ്ഞു, ഞാൻ റിയാക്ഷനൊക്കെ നേരെ തിരിച്ച പ്രതീക്ഷിച്ചത്. കുറെ നേരം സൈലന്റ് ആയിട്ട് നിന്നിട്ട് ആള് പറഞ്ഞു വണ്ടി സൈഡാക്കി അങ്ങനെയല്ല, എന്തിനു പറയാനാണ്, എനിക്കറിയാം, നീ പറയും. ദേവുട്ടിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നാണ് അവന്റെ മഞ്ഞ ഇടാത്ത മഞ്ഞ കല്യാണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാക്കി പറ. അപ്പൊ ക്യാമറ ഓവർ ഹീറ്റ് ആയിപ്പോയി. പറഞ്ഞ ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രപ്പോസൽ ചെയ്തു. ഞാൻ അവളുടെ അടുത്ത് ബുള്ളറ്റ് ഓടി വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പൊ കുറെ നേരം അവള് സൈലന്റ് ആയിട്ടിരുന്നിട്ട് സഡൻലി പോയി. ഇല്ല, റിയാക്ട് ചെയ്തെന്ന് വെച്ചാല് അവള് പറഞ്ഞ ഒരു കാര്യം അയാൾക്കും ഇഷ്ടമായിരുന്നു, ക്രഷായിരുന്നു പഠിക്കുന്ന സമയത്ത്. അയാളും പറഞ്ഞില്ല, ആരാധ്യം പറയും എന്നുള്ള ഒരു ഇതിൽ നോക്കിയിരിക്കുകയായിരുന്നു. അതിന് കുറെ വർഷം എടുത്തു, ഏകദേശം 6-7 വർഷം ആരാധ്യം പറയും നോക്കിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാര്യം പറഞ്ഞു, അവളെ സ്നേഹിക്കണമെങ്കിൽ അവളെ മാത്രം സ്നേഹിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം ഒരുമിച്ച് പോവാം എന്നുള്ളൊരു കണ്ടീഷൻ. പക്ഷെ അതിന്റെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയണം, അത് അവന്റെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയണം. അപ്പൊ അവിടെ എന്റെ കിളിയെല്ലാം പോയി, ബട്ടർഫ്ലൈ ഒക്കെ പറന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലല്ല, അവള് തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവള് തിരിച്ച് ഇഷ്ടം, അവൾക്കൊരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഒരു ആദർശനേറിയ ആ കാര്യം. എനിക്ക് എന്റെ ഇഷ്ടം പറയണം എന്നുള്ള ഒറ്റ ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ലൈവായിട്ട് അങ്ങനെ സംഭവിച്ചു. ഒരാളെടുത്ത് മനസ്സ് തുറന്ന് സംസാരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയൊരു ഫീല് എന്താ പറയാ, കിട്ടിയിട്ടുണ്ട്. അതൊരു വല്ലാത്ത ഫീലായിരുന്നു. ഞാനന്ന് ആദർശ് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവിടെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീടെത്തിയിട്ട് നേരെ ആദർശിനെ പോയി കാണുന്നു. ഞാൻ ഫുള്ള് പറയാം സ്റ്റോറി, ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം. എന്താ പറയാ, അവിടെ പറഞ്ഞ എന്നിട്ട് നീ നിന്ന് പോണ അതിന്റെ ട്വിസ്റ്റ് അതല്ല, ഈ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത് എത്ര അവൾ ഒരാഴ്ചക്കകത്ത് പോണെന്നാ. അതാണ് ഈ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റാത്തത്. അതിലൊന്നുമല്ല, ഈ ഇഷ്ടമാണ് അവിടെ നിന്ന് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ ഇവിടെ അടുത്തില്ലല്ലോ എന്ന് അറിയുമ്പോഴാണ്. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച ആയപ്പോഴത്തേക്കും ആള് തിരിച്ച് ദുബായിക്ക് പോവുകയാണ്. പിന്നെ അടുത്ത ആഴ്ച പോയിട്ട് മെസ്സേജ് അയച്ചു, എനിക്കിവിടെ എല്ലാം ഉണ്ട്, വലിയ വീട്, കാറ്, കൊക്കക്കോള, നീ മാത്രമില്ല. അപ്പോഴും അവന് ഹാലളവി ഇവൻ പറയണ്, അളിയാ എനിക്ക് ദുബായി പോണം, പാസ്പോർട്ട് പോലും ഇല്ലാത്തവൻ, എനിക്ക് ദുബായി പോയേ പറ്റുള്ളൂ. ശരിക്കും പാസ്പോർട്ട് ഇല്ലായിരുന്നു, അതിനുശേഷം പാസ്പോർട്ട് എടുക്കണം. അങ്ങനെ സർക്കാർ ജോലി വരെ വേണ്ടെന്ന് വെച്ച് എന്റെ സുഹൃത്ത് കടൽ കടന്നൊരു മാട്ടുപൊട്ടി ശരിക്കും ഗൈസ് അവിടെ നിന്ന് സ്റ്റാർട്ടായതാ. ഇത് ശരിക്കും ക്യാമറയിലൊന്നും വരില്ലല്ലേ, എല്ലാം ആഫ്റ്റർ കല്യാണം. ഓക്കെ, അപ്പൊ ശരിക്കും അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 8-9 മാസം ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. ജോലി അന്വേഷിച്ചുള്ള പിന്നെ ഒരു 4 മാസം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ കൊണ്ടുവരും. ഈ ചാനൽ എന്നിട്ട് ഞാൻ ഇവരെ കൊടുക്കാം. കാണ്ടോറ്റ് കിടക്കണ്ട മഹാഭാരതം പോലെ ജീവിതത്തിന്റെ മേളിലുള്ള ഒരു സാധനമുണ്ട്. കുറെ കഥകളുണ്ട് ഇതിനിടയിൽ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ദേവട്ടിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ മഞ്ഞയില്ലാത്ത മഞ്ഞക്ക് 7 മണിക്കാണ് പരിപാടി, പക്ഷെ 7:50 ആയിട്ടുണ്ട്. നമ്മളിപ്പം അരവിന്ദിന്റെ കഥ സമയം പോയി അറിഞ്ഞില്ല. ശരിക്കും പൊങ്കാല ഇടാനൊക്കെ ആള് തയ്യാറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് ഭവതിയുടെ എന്റെ ആറ്റുകൾ ഭാസ്കര അവള് പൊങ്കാലയ്ക്ക് പോവാൻ തയ്യാറായിട്ട്. എടാ മഞ്ഞക്കുയിലടാ, മഞ്ഞക്കുയില് എന്താണ് പറയാനുള്ളത്? നോ കമന്റ്സ് ഒന്ന്. എന്റെ കല്യാണം അല്ല, എന്റെ കല്യാണത്തിന് എനിക്ക് കിട്ടി, അവന്റെ കല്യാണം എന്തുകൊണ്ട് അങ്ങോട്ട് ഫോക്കസ്. ലൈറ്റ് അടിക്ക് വഞ്ചന സെറ്റ് ചെയ്യണേ, രക്ഷിയ പോലെ ഉണ്ട്. നീ തിരിച്ചെട്, ഇവനെ പൂട്ടി പാവം വരട്ടെ. അഞ്ജന ബാക്ക് തിരിഞ്ഞ് നിൽക്കുള്ളൂ. ആറ്റുകൾ ഭാസ്കര അഞ്ജന മറ്റേ വെള്ളം വീണതിന് ശേഷം ബാക്ക് തിരിഞ്ഞ് നിൽക്കുള്ളൂ. എന്റെ എല്ലാം വെച്ച് പോയേ.
ഇത് പറയുന്നതെല്ലാം നുണയാണ്. അഞ്ചന പേര് പറ്റി കുട്ട അഞ്ചന നോക്കി. എവിടെ പൊള്ളി മാത്രമാണ് പറഞ്ഞില്ല. എടാ മഞ്ഞ കല്യാണം തന്നെ കേട്ടോ. മഞ്ഞ കല്യാണം മഞ്ഞ ഇത് കരയൊക്കെ അറിഞ്ഞ വിഷയാവും. വിഷയാവും. അവിടെ നിന്ന് മഞ്ഞ് നിറഞ്ഞിട്ട് നിന്ന് പൊങ്കാലൊന്നുമില്ല. വാ എടി വാ 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 വാ. അഞ്ചന പൊങ്കാല എന്റെ അടുത്ത് വന്നതാ. കസവ് മുണ്ടെടുക്കാൻ പറഞ്ഞ ഞാൻ കൊടുത്തു. എനിക്ക് അതിനുള്ള സെൻസ് ഉണ്ട്. ഗോൾഡ് കളർ പാച്ച് പിന്നെയാണത് ഞാൻ മാത്രം നേരിയത്. അറിയുന്നിട്ട പാട്ടാണ് ഇത്. പറയണല്ലേ കസവ് മുണ്ട് കൊടുത്തോളൂ. ഞാൻ എടാ ഇവൻ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. ഞാൻ ചെയ്തില്ല. തന്നെ എടുക്കണമെന്ന്. ഏതമ്പലത്തില് പൊങ്കാലയ്ക്ക് പോയിട്ട് കാവിലെ ദേവിയും ഇത് പൊങ്കാലിടാൻ പോയി രാവിലെ ദേവിക്ക് പൊങ്കാലിട്ടിട്ട് നേരെ വന്ന അല്ലേ. സോറി എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ്. പക്ഷെ ഇപ്പാരെ കാണില്ല. അത് വീഡിയോ വരുമ്പോ ഒരു 15 മിനിറ്റ് ഒരു സാധനം ഉണ്ട്. പേര് ബാക്കി എന്റെ നെയ്ബേഴ്സ് എന്റെ റെസിഡൻസ് എല്ലാം അടുക്കളയിലുണ്ട്. ഇത് കരയോത്തിൽ അറിഞ്ഞ വിഷയാവും കേട്ടോ. കരയോത്തിൽ അറിഞ്ഞ വിഷയാവും. ഇത് കണ്ട എന്റെ അടുത്ത് കസവ് മുണ്ട് നേരിയതൊക്കെ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ അപ്പൊ എന്റെ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പുലിവാലി കല്യാണം ജഗതിയെ പോലെ വന്നിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടോ. ഈ ഭാര്യ ഇവിടെ എല്ലാരും മഞ്ഞ ഇതാണ് അതാണ് പറഞ്ഞത്. ജഗതി എല്ലാരും ശ്രദ്ധിക്കും പോലെ ഇങ്ങനെ മാമുണ്ണറിയാമോ? 10 രൂപ. വന്നിറങ്ങിട്ട് നീ അറിഞ്ഞിട്ടല്ല ഞാനാണ് വിളിക്കാൻ പോയത്. വന്നിറങ്ങി ആദ്യമേ ഓടി വന്നിട്ട് വണ്ടിയിൽ ഡ്രൈവർ സൈഡിൽ കേറിന്റെ പറയില്ലേ ഡ്രൈവർ സൈഡിൽ കയറി. ദുബായ് പോലും ഇത്ര ചൂടില്ലത്. ഇവിടെ ദുബായ് എന്റെ ദുബായ്ക്ക് ഇത്ര ചൂടില്ല. എപ്പോഴെങ്കിലും ചൂട് വന്നു ഫുള്ളിടാ 18 കിടക്കണ ഫുള്ളിടാവന് 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞവരാണ് കരിഞ്ഞ്. ചേട്ടനെ വന്ന് കണ്ടപ്പോ ശരിയാ ചേട്ടാ. ഞങ്ങളുടെ ഒരു ചെറിയ വിവാഹത്തിന് മുന്നേ ഉള്ള ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദറിന് വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമേ നന്ദി. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ബിക്കോസ് നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് സോറി ഫോർ ദാറ്റ്. ഫസ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, പിന്നെ മധുരം വയ്പ്പ്, മധുരം കൊടുക്കാം. അതിനുശേഷം ഞങ്ങളുടെ കസിൻസിന് ഒരു പെർഫോമൻസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. Happily welcoming and happily welcome Mr. Arvind. So he is a person. അപ്പോൾ start ചെയ്യാം. ടിഷ്യൂ അല്ല കേക്ക് അല്ല ലഡു. അരവിന്ദ് പാടണം. കാറ്ററിംഗ് ഷർട്ട് എടുത്തിട്ടില്ലേ ഇതേപോലെ അഴി വരെ ഇവിടെ ഇതുവരെ പൊട്ടിക്കാത്തൊരു വെള്ളം എടുത്ത് പൊട്ടിച്ചിട്ട് അവന്റെ ആട്ടം കാണാൻ.
അത് ഫ്ലോട്ട് പോലെ. നിർബന്ധിച്ചില്ല നിങ്ങൾ പാട്ട് മതി മതി അവന് പറ്റിയ കൊല്ല് നാളെ കിട്ടുമ്പോ മടക്കി നടക്കണല്ലേ അഞ്ചിനൊന്ന് മടങ്ങി കേട്ടാ. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളെ വിളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൂടെ ഷുഗർ വന്നവരെ വിളിച്ച് ഇവിടെ ക്യാമറാമാനെ അരവിന്ദിന്റെ അടുത്ത് അപ്പുറത്ത് സംസാരിക്കാൻ ഇരിക്കാൻ പറഞ്ഞപ്പോഴേ അപ്പുറത്തുനിന്ന് മാറി വയ്ക്കില്ല എപ്പോഴും തിരിച്ചു പോലെ നിർബന്ധിക്കട്ടോ മര്യാദയ്ക്ക് അവന് പോവാൻ സമയം നമ്മൾ വേണം. പിന്നെ അതുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ്. നമ്മളെ മൈൻഡ് തിരിച്ചു നാട്ടുകാരെ ആദ്യം നീ പോ മറ്റേ ആർക്കഥ ആർക്കഥ പോ ദീപ നീ മാത്രം വെറൈറ്റി. ഓ വെറൈറ്റി വെറൈറ്റി ആരുടെ പഞ്ചായത്തിലുള്ള ആളെല്ലാം തീർന്നു കേട്ടാ കേട്ടാ കേക്ക് കഴിച്ചാ കേക്ക് എനിക്ക് ഇതേപോലെ തീറ്റിപ്പണ്ടായിരുന്നു അവിടെ പറഞ്ഞേ നിങ്ങൾ ആദ്യം ഡേറ്റിന് പോയപ്പോഴേ ഓഫീസിൽ പോയി എവിടെയാണ് കൊടുത്തത്? ആര് കൊടുത്തത്? രണ്ടാമതാ ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാൻ വളർത്തിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന്റെ കഥ പറഞ്ഞു അപ്ലോഡ് ചെയ്യാം. ക്യാമറ അവനെടുത്തോ. സെറ്റ് സാരി എടുത്തോണ്ടോ എല്ലാരും സെറ്റ് സാരിയാണെന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് തേക്കണമെന്നുണ്ട്, പക്ഷെ അവര് ഒരുങ്ങിയിരിക്കണത് നമ്മൾ തേക്കാതെയാണ് കേട്ടാ. അതൊക്കെ മോശം. ഒഴിക്കാം, തലയെ കൂടെ കറക്കി ഒഴിക്കാം. ഫോട്ടോ എടുക്കാം. പക്ഷെ അഞ്ചര അതല്ല അതല്ല നിനക്ക് പാട്ട് പാടി തന്നിട്ടുണ്ടോ? പിന്നെ എന്നോ പാട്ട് പാടി തരും. പാട്ട് ഏതാണ് അവന്റെ ഫേവറേറ്റ് പാട്ട്? മറ്റേ പാട്ട് മറ്റേ അതല്ല മറ്റേ അല്ലല്ല മറ്റേ പാട്ടില്ലേ മറ്റേ ബേയൂണർ പൗർണമി കാവിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള പാട്ട് മെസ്സേജ് ഞാൻ കലക്കട എവിടെ വെൽക്കം
എടാ ഞാൻ മാത്രമല്ല, അരവിന്ദ് ഉണ്ട്, മോനും ഉണ്ട്, അരവിന്ദിന്റെ അമ്മയുണ്ട്, അരവിന്ദിന്റെ ചേട്ടനും കണ്ടു. നീ മാത്രം എനിക്ക് കാണാവുന്നു. അഞ്ചരയ്ക്ക് ഒരു കൂട്ടായിട്ട് അയ്യോ 2 വാക്ക് നൈനേരെ കുഞ്ഞാറ്റേന്റെ ഡാൻസ് അല്ലേ? റിട്ടയർ ആയതാണ്. ഇതിനൊക്കെ റിട്ടയർ ആയ ആളാണ്. ഇത് കഴിഞ്ഞിട്ടൊരു പൊങ്കാലുണ്ട് അവക്ക്. പോട്ടെ, പറഞ്ഞില്ലല്ലേ, 2 ദിവസം കഴിഞ്ഞ് കാണാം. അരവിന്ദ് പറഞ്ഞില്ലെന്നാ? നീ പറഞ്ഞില്ലേ അരവിന്ദ് പാട്ട് പാടിയില്ല? അരവിന്ദിന്റെ പാട്ടുണ്ടായിരുന്നു. മറ്റേ എന്തിന് ഏതായി തള്ളച്ചി? അല്ല ഈ ചേച്ചിയല്ലേ ഇലക്ഷൻ നിക്കണേന്ന്. ഗൈസ്, അങ്ങനെ മഞ്ഞയിടാത്ത മഞ്ഞ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ മഞ്ഞ ഇട്ട് അവിടെ മഞ്ഞയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മഞ്ഞയെ കൊണ്ട് തേച്ചു കൊടുത്ത്. മഞ്ഞ മറന്നു, എനിക്ക് കരവ് പറഞ്ഞ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ മഞ്ഞ കല്യാണം കൂടിയിട്ട് തിരിച്ചു വരികയാണ്. അരവിന്ദ് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, അവ അല്ല കോഫിയിലാണ് പൈസ കൊടുത്തത്. ഇനി ഈ വീഡിയോ ഇറങ്ങുമ്പോൾ കമന്റ് ബോക്സിനകത്ത് വരണം ഓരോരോ കോഫി പൈസകൾ. അപ്പം എന്തായാലും സെറ്റ് സാരി ഉടുപ്പിച്ച് അഞ്ജനെ തേച്ച് കല്യാണമായിട്ട് അഞ്ജനക്കിട്ട് എന്നെ കൊടുത്ത്. അമ്മയ്ക്ക് പാവപ്പെട്ടവര് വീട്ടിൽ നിന്ന് അവരെ സെറ്റ് സാരി എടുത്തോണ്ട് ഇപ്പൊ ഇവിടെ എത്തണത്. എന്തായാലും പുഴുത്ത് വാരിന് ശേഷം തന്നെ വന്നത്. അഞ്ജന കിട്ടും, വാങ്ങിക്കാനുള്ളതൊക്കെ അത്രയും വാങ്ങിച്ച് കിട്ടി. അഞ്ജനയാണ് കഥ ഉണ്ടോ? എന്നിട്ട് ആരോ പറഞ്ഞേ അഞ്ജനായിരുന്നു എന്തോന്നടി പറഞ്ഞ നിന്നെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. നീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാ നിന്നെ? പിന്നെ എല്ലാരും ഫാൻസായി. എന്തോന്ന് അവരാ തോന്നുന്നു. എവളെടുത്ത് ചോദിക്കട്ടെ. ചിപ്പി ചേച്ചിയല്ലേ മുത്തത് പാവീഴാവും. അയ്യോ ചേച്ചി MP4 മുഖം കാണിച്ചു. ഇത് ചെപ്പിയല്ല, കക്ക. എന്നിൽ ഔഷധ ഗുണമില്ലേ? നാളെ ദേവൂട്ടിയുടെ റിസപ്ഷൻ ആണ്. അതായത് ഇവരുടെ കല്യാണത്തിന്റെ തലേ ദിവസം. അത് ദേവൂട്ടിയും ദേവൂട്ടിയുടെ വീട്ടുകാരും അടിച്ച് പൊളിക്കുന്നു. നമ്മൾ മറ്റന്നാൾ പൊളിക്കാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യുന്നു. അഞ്ജന മറ്റേ മുത്ത് പതിപ്പിച്ച സാരി ഉടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ജനയിലെ ഹൃദയം വന്നില്ല ഇന്ന്. അപ്പൊ 3 പേർക്കുള്ള ചോറ് അവിടെ ലാഭമാണ് ആ വീട്ടില്. അവളെ വീഡിയോ കാണണമെങ്കിൽ അപ്പൊ അത് കഴിഞ്ഞ് പോവാണ്. പറ, നിന്റെ കല്യാണമാണ്, നീയാണ് പറയാനുള്ള വൈൻഡ് അപ്പ്. അപ്പോ നാളെ തലേ ദിവസം എല്ലാരും കല്യാണത്തിന് ഞാൻ പുതുതായൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ പുതിയൊരാളും കൂടെ എന്റെ കൂടെ ഷെയർ ചെയ്ത്. ഇത് കഴിഞ്ഞ് ബാബുവിന്റെ കല്യാണം ഉണ്ട്. ഈ ചിരിയൊക്കെ കറക്കണത് നിങ്ങൾ കാണും. അപ്പൊ ഗൈസ് എല്ലാവരുടെയും
അങ്ങനെയൊന്നും പറയണ്ട, അപരാധിക്കൂടാ. അല്ല, അനുഗ്രഹവും ആശീർവാദവും താഴ്മയായി അപേക്ഷിച്ചു കൊണ്ടുകൊള്ളുന്നു. ഷമി ഇത് കാണുന്നിരുന്നാലും ചെയ്യണം. തരാം, നിനക്ക് തരാം. അപ്പൊ ഗൈസ്, ഓക്കെ ബൈ. ഓക്കെ ബൈ. അനന്ത് Bye. ബ്ലോക്ക് പഠിച്ചു വിട്. സ്റ്റോപ്പ് റെക്കോർഡിങ്. എന്തിനാ പറഞ്ഞോണ്ടിരുന്നത്? நான் இந்த அரவிந்த் பேரை சாப்பிட போறேன். A for ஆரஞ்சு பழம். നമ്മള് ഡി ജെ സെറ്റ് അല്ലേ? അവൻ വരും. DJ സെറ്റ്, റൂം സെറ്റ്. നാളെ ഫുൾ ഡേ അവിടെ ഉണ്ടാവല്ലോ, വീട്ടിൽ ഉണ്ടാവല്ലോ. അല്ല നീ ഇന്ന് വീട്ടിൽ കടാ പോണ്ട, പോയിട്ട് നട അടയ്ക്കുന്നു. 10 മണിക്ക് നട അടയ്ക്കുന്നു. ഡിസ്ക്